നമസ്കാരം. ഇന്നത്തെ രാശിഫലത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോൾ ഞാൻ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ഭാഗ്യം ഒരല്പം വർദ്ധിക്കുന്ന ദിവസമായി തന്നെ പരാമർശിക്കാം. ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ഇന്നേ ദിവസം ഗുണാനുഭവങ്ങൾ അല്പം വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട്. പലവിധ കാര്യങ്ങളും ജീവിതത്തിൽ അനുകൂലമായി തീരാം. പോസിറ്റീവായ നേട്ടങ്ങളിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന ഒരു ദിവസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കുന്നതുമാണ്. സാമ്പത്തിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും സാമൂഹികപരമായും ദാമ്പത്യ കാര്യങ്ങളിലും കരിയറുമായി ബന്ധപ്പെട്ടും നേട്ടങ്ങൾ വന്നു ചേരാം. ജീവിതത്തിൽ വളരെ സ്വാധീനം ചെലുത്തുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ഇന്നേ ദിവസം ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ്, ഏതെല്ലാം രാശിക്കാർക്കാണ് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുക എന്ന് വിശദമായി തന്നെ അറിയാം. ഇന്നേ ദിവസം ഏറ്റവും അനുകൂലമായി തീരണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ഇഷ്ടദേവതയുടെ നാമം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മേടം രാശി. മേടം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് അശ്വതി, ഭരണി, കാർത്തിക, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാർ. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം സന്തോഷകരമായ പല മാറ്റങ്ങളും ജീവിതത്തിൽ കാത്തിരിക്കുന്നതായ ഒരു ദിവസമാണ്. പല തീരുമാനങ്ങൾ കൈക്കൊള്ളേണ്ടതായി വരാം. ആ തീരുമാനങ്ങൾ മികച്ചതാക്കി മാറ്റുവാൻ നിങ്ങൾക്ക് സാധിക്കും. ജീവിതത്തിൽ അനുകൂലമായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ കടന്നു വരും. ബിസിനസ് പരമായി ആഗ്രഹിക്കുന്നതായ പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിച്ചു എന്ന് വരാം. പല മാറ്റങ്ങളും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. പരിചയസമ്പന്നരായ വ്യക്തികളുടെ ഉപദേശം, സഹായം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. കൂടാതെ ഇന്നേ ദിവസം ചില അവസരങ്ങൾ പ്രതീക്ഷിക്കാതെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. സാമ്പത്തികമായ കാര്യങ്ങൾ അനുകൂലമാക്കുന്നതായ അവസരങ്ങളാണ് എങ്കിലും കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ആരോഗ്യപരമായ കാര്യങ്ങളിലും അല്പം ഉയർച്ച, അനുകൂലമായ സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നു എന്ന് വരാം. ഇന്നേ ദിവസം പൊതുവിൽ ഭാഗ്യം അല്പം തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് പല കാര്യങ്ങളിലും ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരുന്നതിൽ ഒരു പരിധിവരെ തടയിടുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളായി മാറാം. ഇത്തരത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. പൊതുവിൽ ഈ സമയം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. അഥവാ ഇന്നേ ദിവസം ശ്രമിക്കുകയാണ് എങ്കിൽ പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുന്നവർ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചിങ്ങം രാശി. മകം, പൂരം, ഉത്രം, ആദ്യ കാൽഭാഗം എന്നീ നക്ഷത്രക്കാരാണ് ചിങ്ങം രാശിയിൽ വരുന്നത്. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പ്രധാനമായും സന്തോഷം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. സമ്പാദിക്കാനുള്ള അവസരങ്ങൾ നിങ്ങളെ തേടിയെത്താം. പല വിധത്തിലും മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരാം. സാമ്പത്തികപരമായ കാര്യങ്ങൾ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ, അത്ഭുതപ്പെടുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിലേക്ക് വന്നു ചേരാം. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സമയം തന്നെയാകുന്നു. കൂടാതെ ജീവിതത്തിൽ സന്തോഷകരമായ മാറ്റങ്ങൾ, വളരെ പ്രതീക്ഷിക്കാതെ തന്നെ നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ സാഹചര്യങ്ങൾ, പല കാര്യങ്ങളിലും പിന്തുണ ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഇന്നേ ദിവസം ധനപരമായ പല ആവശ്യങ്ങളും നിറവേറ്റുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങളും വന്നു ചേരാം. ചില വ്യക്തികളുടെ പ്രവൃത്തി നിങ്ങൾക്ക് വിഷമം ഉണ്ടാക്കി എന്ന് വരാം. എന്നാൽ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പതറേണ്ടതായിട്ടില്ല എന്നതാണ് വാസ്തവം. ഇന്നേ ദിവസം പ്രത്യേകിച്ചും ധനപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങൾ പിന്നീട് ചെയ്യാം എന്ന രീതിയിൽ മാറ്റിവയ്ക്കുവാനുള്ള സാധ്യതകളുണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഒഴിവാക്കി ഇന്നേ ദിവസം നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരാവുന്ന, പുതിയ അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുക. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാണ്. തുലാം രാശി.
തുലാം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ചിത്തിര, അവസാന പകുതി, ചോതി, വിശാഖം, ആദ്യ മുക്കാൽ ഭാഗം എന്നീ നക്ഷത്രക്കാർ. തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നേ ദിവസം അനുകൂലമാണ്, ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന ദിവസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. ഇന്നേ ദിവസം പല കാര്യങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പ്രതിരോധശേഷി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ശത്രുക്കളുമായി ബന്ധപ്പെട്ടാണ് എങ്കിലും വന്നു ചേരുന്നതായ ദോഷകരമായ കാര്യങ്ങളെ തടയിടുവാൻ സാധിക്കും. പല കാര്യങ്ങളും നിങ്ങൾക്ക് കാര്യവിജയങ്ങളിലേക്ക് കൊണ്ടുപോകുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും സാമ്പത്തിക നേട്ടങ്ങൾക്കുള്ള അവസരങ്ങൾ വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം കൂടി സമയം ചെലവഴിക്കുവാൻ അത് ഗുണകരമായ മാറ്റങ്ങൾക്ക് കാരണമായി തീരുന്ന സാഹചര്യങ്ങളും വന്നു ചേരും. സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയാകുന്ന ചില സാഹചര്യങ്ങളും കടന്നു വരാം. ദാമ്പത്യ ജീവിതത്തിലും അനുകൂലമായ ഫലങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. പ്രണയിക്കുന്നവർക്കും കാര്യങ്ങൾ അനുകൂലമായി ഭവിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുക. സാമ്പത്തിക സുരക്ഷിതത്വം നിങ്ങൾക്ക് വന്നു ചേരാം. അല്ലെങ്കിൽ സാമ്പത്തികപരമായ സഹായങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരാം. ചില വ്യക്തികളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ, കൂടാതെ ഈ സമയം സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ട് പിന്തുണ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ഇന്നേ ദിവസം ചില മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കുന്നതാണ്. ഇന്നേ ദിവസം എടുക്കുന്ന തീരുമാനങ്ങളോ സ്വീകരിക്കുന്നതായ വഴിയോ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. എന്നാൽ സാമ്പത്തികപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതായ അവസരത്തിൽ ചില തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യതകൾ നിങ്ങൾക്ക് കൂടുതലാകുന്നു. അശ്രദ്ധ മൂലം ചില കാര്യങ്ങൾ നിങ്ങൾക്ക് തോൽവിയിലേക്ക് നയിക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. അത് ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതിനാൽ ശ്രദ്ധയോടെ തന്നെ ഇന്നേ ദിവസം മുന്നോട്ട് നീങ്ങേണ്ടത് അനിവാര്യമാകുന്നു. മകരം രാശി. മകരം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് ഉത്രാടം, അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം, ആദ്യ പകുതി എന്നീ നക്ഷത്രക്കാർ. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ പലവിധ മാറ്റങ്ങൾ സംഭവിക്കുന്നതായ സാഹചര്യങ്ങൾ ജീവിതത്തിലുണ്ട്. എന്നാൽ പല കാര്യങ്ങളും പോസിറ്റീവായി മാറുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പോസിറ്റീവായ ചിന്തകൾ മനസ്സിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. ജോലി അന്വേഷിക്കുന്നവർക്ക് അത് ലഭിക്കാനുള്ള സാഹചര്യങ്ങൾ, ജോലിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഇന്നേ ദിവസം കടന്ന് വരാവുന്നതാണ്. അനുകൂലമായ കാര്യങ്ങൾ ജോലിയുമായി ബന്ധപ്പെട്ട് സംഭവിക്കാം. ചില ആഗ്രഹ സാഫല്യങ്ങൾ സംഭവിച്ചു എന്ന് വരാം. സാമ്പത്തികമായ സഹായങ്ങൾ, പെട്ടെന്നുള്ള സാമ്പത്തിക സഹായങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. കൂടാതെ ഇന്നേ ദിവസം പല പദ്ധതികളും വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. എന്നാൽ ആരോഗ്യ കാര്യങ്ങൾ ഇന്നേ ദിവസം ഒരിക്കലും നിങ്ങൾ നിസ്സാരമാക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർക്കണം. ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകമായ പരിഗണന, ശ്രദ്ധ നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോവുക. ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്നതും സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുന്നതുമായ സമയമാണ്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ചെയ്യുന്ന പ്രവൃത്തികളിൽ വിജയ സാധ്യത വർദ്ധിക്കുക. പലരുടെയും പിന്തുണ, പ്രത്യേകിച്ചും സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, വേണ്ടപ്പെട്ടവരിൽ നിന്നും പിന്തുണ ലഭിക്കാം. ദാമ്പത്യ ജീവിതം അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട്. ചില തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കുന്ന സന്തോഷ നിമിഷങ്ങൾ വന്നു ചേരുവാൻ സാധ്യതയുള്ള സമയമാകുന്നു. മീനം രാശി. മീനം രാശിയിൽ വരുന്ന നക്ഷത്രക്കാരാണ് പൂരുരുട്ടാതി, അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി എന്നീ നക്ഷത്രക്കാർ. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശുഭ ദിവസമാണ് എന്ന് തന്നെ പരാമർശിക്കാം. കാരണം അനുകൂലമായ ചില കാര്യങ്ങൾ, ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുവാനുള്ള സാഹചര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ പല വ്യക്തികളുടെയും ഇടപെടൽ മൂലം നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി തീരുക, സന്തോഷകരമായ നിമിഷങ്ങൾ വർദ്ധിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം. ജോലിക്കായുള്ള ശ്രമങ്ങൾ വിജയം കാണുകയോ അനുകൂലമായ ചില സൂചനകൾ ലഭിക്കുകയോ സന്തോഷകരമായ നിമിഷങ്ങൾ വേണ്ടപ്പെട്ടവരുമായി വന്നു ചേരുകയോ ചെയ്യാം. കൂടാതെ യാത്രകൾ നടത്തുവാനുള്ള അവസരങ്ങൾ വന്നു ചേർന്നു എന്ന് വരാം. അനുകൂലമായ ചില സാഹചര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും.
ചില മാറ്റങ്ങൾ, പ്രകടമായ മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധ്യത കൂടുതലുള്ള ദിവസമാകുന്നു. മാറ്റങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. സാമ്പത്തിക സ്ഥിതി അനുകൂലമായി തീരാം. ആഗ്രഹങ്ങൾ പലതും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന സമയമാണ്. പ്രണയിക്കുന്നവർക്കും അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും. ധനപരമായ നേട്ടങ്ങളോ സന്തോഷകരമായ നിമിഷങ്ങളോ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്ന സമയമാണ്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലമാകുന്നു. എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പമൊന്ന് ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട്. ആരോഗ്യ കാര്യങ്ങളിൽ അലംഭാവം പാടുള്ളതല്ല. ഇന്നേ ദിവസം ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഇന്നേ ദിവസം ചെയ്യുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. പൊതുവിൽ ഇന്നേ ദിവസം നിങ്ങൾക്ക് അനുകൂലം തന്നെയാകുന്നു. ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ് എന്ന് തന്നെ പരാമർശിക്കാം.